നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റാഫിഞ്ഞയ്ക്കേറ്റ പരിക്ക് ബാഴ്സക്ക് കനത്ത തിരിച്ചടിയാണ്. ബ്രസീലിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയോ ആവട്ടെ, പക്ഷേ ബാഴ്സക്ക് അദ്ദേഹം സുപ്രധാന താരമാണ്. സീസണിൻ്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ പരിക്കേറ്റ് 5 ആഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പല സുപ്രധാന മത്സരങ്ങളും നഷ്ടമാകും. ബ്രസീലിന് വേണ്ടി ഫ്രാൻസിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അലട്ടുന്നത്. രണ്ടാം പകുതിയിൽ അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടി അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കിയതുമില്ല. പിന്നെ നടത്തിയ ടെസ്റ്റിലാണ് അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നത് കൺഫേം ചെയ്തിരിക്കുന്നത്. ബാഴ്സ മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. റാഫിഞ്ഞയ്ക്ക് റൈറ്റ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. CBFൻ്റെ മെഡിക്കൽ ടെസ്റ്റിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹം ബാഴ്സലോണയിലേക്ക് തിരികെ എത്തി അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് പുനരാരംഭിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കും. എസ്റ്റിമേറ്റഡ് റിക്കവറി ടൈം ഈസ് 5 weeks എന്ന് പറയുന്നു. 5 ആഴ്ചക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സീസണിലെ അതിനിർണായകമായ ഘട്ടം, പല വമ്പൻ പോരാട്ടങ്ങൾക്കും ഒരുങ്ങുന്ന ഘട്ടം, അവിടെ റാഫിഞ്ഞയെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഹൻസി ഫ്ലിക്കിനും ബാഴ്സക്കും തിരിച്ചടിയാണ്. ആദ്യം നഷ്ടപ്പെടുക ലാലിഗയിലെ എവേ മത്സരം, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള എവേ മത്സരം. പിന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ഹോം മത്സരം. അത് കഴിഞ്ഞ് എസ്പാനിയോളിനെതിരെ ലാലിഗയിലെ ഹോം മത്സരം. അത് കഴിഞ്ഞ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള എവേ മത്സരം. പിന്നെ ലാലിഗയിൽ സെൽറ്റ വിഗോക്കെതിരെയുള്ള ഹോം മത്സരം, ലാലിഗയിൽ ഗെറ്റാഫയ്ക്കെതിരെയുള്ള എവേ മത്സരം. ഇത്രയും കളികൾ അടുത്ത 5 ആഴ്ചക്കുള്ളിൽ നടക്കുന്നുണ്ട്. സുപ്രധാനമായ മത്സരങ്ങൾ നഷ്ടമാകുമെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.